ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമുക്ക് പുതിയ പാസ്പോർട്ട് വന്നിട്ട് നമ്മളെ വീട്ടിലിരുന്ന് തന്നെ നമ്മളെ മൊബൈൽ ഫോണിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കിന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക പാസ്പോർട്ട് സേവ ആപ്പ്. സെർച്ച് ചെയ്തതിനു ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് വന്നിട്ട് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആപ്പാണ്. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പണായി വരുമ്പോൾ നമ്മളെ ഇന്റർഫേസ് വന്നിട്ട് ഇതേപോലെ ഉണ്ടാകും. ഇവിടെ നമ്മൾ കാണുമ്പോൾ കുറേ ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനായാലും സ്റ്റേറ്റസ് ട്രാക്ക് ചെയ്യാനായാലും അതോ ഫീസ് കാൽക്കുലേറ്റർ ചെയ്യാനായാലും അതോ അപ്പോയിൻമെന്റ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായാലും ഡോക്യുമെന്റുകൾ എന്തൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ നമുക്ക് പുതിയ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കിന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണുന്ന അപ്ലൈ ഫോർ എ പാസ്പോർട്ട് സർവീസസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ID ഇല്ലാത്തവര് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് തന്നെ നെക്സ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ കാണുന്ന സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഇവിടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെ സ്ഥലത്തിൽ ഏതാണ് പാസ്പോർട്ട് അടുത്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളെ ഡോക്യുമെന്റ് ഉള്ള പോലത്തെ നമ്മളെ ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളെ ഇമെയിൽ IDയിൽ വരുമ്പോൾ നമ്മളെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ പറ്റും, യെസ് ഓർ നോ എന്ന് വെച്ചാൽ ഈ ഒരു ഇമെയിൽ ID വെച്ച് നിങ്ങളെ ലോഗിൻ IDയിലേക്ക് മാറ്റണമെന്ന് ചോദിക്കുന്നു, യെസ് ഓർ നോ. സോ നമുക്ക് യെസ് എന്ന് കൊടുക്കാം. നമ്മൾ യെസ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേറെ ഒരു ലോഗിൻ ID ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മളെ ഇമെയിൽ ID തന്നെ നമ്മളെ ലോഗിൻ ID ആയിട്ട് മാറും. നെക്സ്റ്റ് നമുക്ക് ചെക്ക് അവൈലബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ ഇമെയിൽ ID ലോഗിൻ IDയിലേക്ക് മാറും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് വന്നിട്ട് 8 ക്യാരക്ടറിൽ ഉണ്ടാകണം. സാമ്പിൾ ആയിട്ട് ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ആ മോഡൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇത്രയും ചെയ്തതിനു ശേഷം രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മളിവിടെ കൊടുത്ത ഇമെയിൽ IDനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്ത ഇമെയിൽ IDയിൽ ഒരു OTP പോയിട്ടുണ്ടാകും. നമ്മളെ മെയിൽ ഇൻബോക്സിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ OTPയുടെ മെയിൽ വന്നിട്ടുണ്ടാകും. ഈ ഒരു 4 ഡിജിറ്റ് OTPനെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇതേപോലെ നമ്മളെ ലോഗിൻ ID വന്നിട്ട് ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് ബാക്ക് ടു ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് കൊടുക്കുമ്പോൾ പാസ്വേഡ് ആൻഡ് OTP എന്ന് കാണിക്കും. അഥവാ നിങ്ങൾക്ക് പാസ്വേഡ് മറന്നുപോയാൽ നമുക്ക് OTP വഴി നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ OTPയിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഇമെയിൽ IDയിൽ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTPനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ നമ്മളിപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് ചെക്ക് നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്കിപ്പ് ഫോർ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കുറെ ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഈ ഓപ്ഷനെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് നമ്മൾ പുതിയ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നു. സോ ഫ്രഷ് പാസ്പോർട്ട് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനിൽ നോർമൽ ഓർ തക്താൽ ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്കിവിടെ നോർമൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നോർമൽ ആണ് ബെറ്റർ ഓപ്ഷൻ. പക്ഷെങ്കിൽ തക്താലിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് കിട്ടും. പക്ഷെങ്കിൽ അതിൽ ഫീസ് വന്നിട്ട് 2500 എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതിനുശേഷം തക്താലിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡോക്യുമെന്റുകൾ കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ നമ്പർ ഓഫ് ബുക്ക്ലെറ്റിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് 36 പേജസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മളെ ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കണം. നമ്മളെ ഈ ഇൻഫർമേഷൻ തന്നെ നമ്മളെ പാസ്പോർട്ടിൽ പ്രിന്റ് ആയി കാണിക്കും. ഫസ്റ്റ് നമ്മളെ നെയിം ഇവിടെ കൊടുക്കാം. നമ്മളെ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം വന്നിട്ട് ഗിവൺ നെയിമിൽ കൊടുക്കണം. നെക്സ്റ്റ് സർനെയിം ഓർ ലാസ്റ്റ് നെയിം വന്നിട്ട് സർനെയിമിൽ കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങൾ ഇനിഷ്യൽ വന്നിട്ട് A ആണോ G ആണെങ്കിൽ അതിന്റെ ഫുൾ ഫോം ആയിട്ടാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ജെൻഡറിൽ വരുമ്പോൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും നിങ്ങളവിടെ രണ്ട് ക്വസ്റ്റ്യനുകൾ കാണിക്കും. ഇവിടെ നിങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്ന പേരിന്റെ മുമ്പ് വേറെ ഏതെങ്കിലും പേരുണ്ടായിരുന്നോ അതോ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എൻ്റെ കേസിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ നോ എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഓപ്ഷനിൽ നോ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കാലണ്ടറിലൂടെ സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഇന്ത്യയുടെ പുറത്താണ് ജനിച്ചത്. എൻ്റെ കേസിൽ ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്. സോ നമുക്കിവിടെ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഏത് സ്ഥലത്തിലാണ് ജനിച്ചത് അതിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ മാരിറ്റൽ സ്റ്റേറ്റസിൽ നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ ഡിവേഴ്സ്ഡ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കുന്നു. നമുക്കിവിടെ ബർത്തിന്റെ അവിടെയാണ് കിട്ടിയത്. സോ നമുക്ക് ബർത്ത് എന്ന് കൊടുക്കാം. അതിനുശേഷം പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ നിങ്ങൾ വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടർ ID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. അഥവാ നിങ്ങൾക്ക് രണ്ടും കൊടുക്കണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. നെക്സ്റ്റ് നിങ്ങൾ എംപ്ലോയ്മെന്റ് ടൈപ്പിൽ വരുമ്പോൾ നിങ്ങൾ ഗവൺമെന്റ് സെക്ടർ ആണോ അതോ പ്രൈവറ്റ് സെക്ടർ ആണോ അതോ സ്റ്റുഡന്റ് ആണോ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ പറ്റും. നിങ്ങളെ കേസിൽ ഏതാണ് ആപ്ലിക്കബിൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളെ പാരന്റ്സിൽ ആരെങ്കിലും ഗവൺമെന്റ് സർവന്റ് ആണോ, അതോ നിങ്ങളെ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ഗവൺമെന്റ് സർവന്റ് ആണോ? ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എന്റെ കേസിൽ ആരുമില്ല, അതുകൊണ്ട് ഞാൻ നോ എന്ന് കൊടുത്തു. ഇതിനുശേഷം ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ വരും. നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻ 10th പാസ്സാണോ, അതിന്റെ മുകളിലാണോ, അതോ 7th പാസ്സാണോ, അതിന്റെ കുറവാണോ, അതോ 8ാം ക്ലാസ് 9ാം ക്ലാസ് മാത്രമാണോ, അതോ നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആണോ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പാസ്പോർട്ടിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് റൂൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണോ, അതോ 10ാം ക്ലാസിന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് വന്നിട്ട് നോൺ ECR കാറ്റഗറിയിൽ വരും. എന്ന് വെച്ചാൽ ഈ പാസ്പോർട്ട് വെച്ചിട്ട് നിങ്ങൾ ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്യാൻ പോയാൽ ഈ പാസ്പോർട്ട് വന്നിട്ട് നല്ല പവർഫുൾ പാസ്പോർട്ട് ആയിരിക്കും. അഥവാ നിങ്ങൾ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ നിങ്ങളെ 2 പാസ്പോർട്ട് ഒന്ന് സെയിം ആയിരിക്കും, ഒരു വ്യത്യാസം കാണൂല. അതേപോലെ നമ്മളെ കേസിൽ 10ാം ക്ലാസ് പാസ്സാണ്, സോ നമ്മൾ 10ാം ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും നോൺ ECR കാറ്റഗറിയിൽ നമ്മൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹൈസ്കൂളിന്റെ മാർക്ക് ഷീറ്റിലൂടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇത് ജസ്റ്റ് വൺസ് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് നിങ്ങളെ ബോഡിയിൽ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാറിന്റെ കണ്ടീഷൻസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക, യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ട നമ്മളെ ഫാമിലി ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങൾ അച്ഛന്റെ അമ്മയുടെ പേര് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് ഇവിടെ അച്ഛന്റെ പേര് കൊടുക്കാം. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അച്ഛന്റെ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് നെയിം ഓർ സർനെയിം ഇവിടെ സർനെയിമിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ അമ്മയുടെ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലീഗൽ ഗാർഡിയൻ. ഇത് എല്ലാവരുടെ കേസിലും ഇമ്പോർട്ടന്റ് അല്ല, ഫിൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഒരു ചിലവരെ കേസസിൽ ഇത് യൂസ് ആകും. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ മാരിറ്റൽ സ്റ്റേറ്റസിൽ നിങ്ങൾ മാരീഡ് എന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ നിങ്ങളെ ഹസ്ബൻഡോ അതോ വൈഫിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമുക്കിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ അഡ്രസ് ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഓപ്ഷൻ വന്നിട്ട് നിങ്ങളെ അഡ്രസ് വന്നിട്ട് ഇന്ത്യയുടെ പുറത്തൊന്നും ഇല്ലല്ലോ, ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എന്റെ കേസിൽ ഞാൻ നോ എന്ന് കൊടുത്തു. നെക്സ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ലൈനിൽ നിങ്ങൾ ആ വീട്ടിന്റെ നമ്പറോ അതോ റൂം നമ്പറോ ഇവിടെ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ആ വീട്ടിന്റെ പേരോ അതോ സിറ്റിയുടെ പേരോ അതോ ടൗണിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ഏരിയയുടെ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങളെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ പോലീസ് സ്റ്റേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പോലീസ് വെരിഫിക്കേഷൻ വന്നിട്ട് ഈ പോലീസ് സ്റ്റേഷനിലൂടെ നടക്കും. നെക്സ്റ്റ് നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വിത്തൗട്ട് കൺട്രി കോഡ്. നെക്സ്റ്റ് നിങ്ങളെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഈസ് പെർമനന്റ് അഡ്രസ് ഈസ് അവൈലബിൾ. യെസ് അവൈലബിൾ ആണ്, അപ്പോൾ നമുക്ക് യെസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മളോട് ഇനിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാകും, നിങ്ങൾ ഇവിടെ മുകളിൽ കൊടുത്ത അഡ്രസ്സും നിങ്ങളെ പെർമനന്റ് അഡ്രസ്സും സെയിം ആണോ എന്ന് ചോദിക്കുന്നു. അഥവാ നിങ്ങളെ പെർമനന്റ് അഡ്രസ്സ് വേറെയാണോ, നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സും വേറെ ആണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇവിടെ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളെ പെർമനന്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ എൻ്റെ കേസിൽ 2 അഡ്രസ്സും സെയിം ആണ്, അപ്പോൾ ഞാൻ യെസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് വേറെ ഒരു അഡ്രസ്സും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കഴിഞ്ഞ ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മളെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഒരാളുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. നിങ്ങൾ അച്ഛനായാലും അമ്മേരെ ആയാലും അതോ അനിയനോ ചേട്ടനോ ആരടുത്താണോ നമ്മളെ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ അവരെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുക. അവരെ പേരും ഫുൾ അഡ്രസ്സും ഒരേ ലൈനിൽ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് അവരെ കോൺടാക്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ടെലിഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അവർക്ക് ഇമെയിൽ ID ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതേപോലെ നമ്മളെ എല്ലാ ഡീറ്റെയിലും സേവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ടിൽ കുറെ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും. ഇത് വന്നിട്ട് പാസ്പോർട്ടിന്റെ ഒരു എലിജിബിലിറ്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ചോദിക്കുന്നു, നേരത്തെ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പാസ്പോർട്ട് വന്നിട്ട് ഹോൾഡ് ആയിട്ടുണ്ടോന്ന് ഹെൽഡ് ആയിട്ടുണ്ടോന്ന്. എന്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാ ഓപ്ഷനിലും നോ നോ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ടിൽ ഒരു കുറെ ക്വസ്റ്റ്യങ്ങൾ കാണിക്കുന്നുണ്ടാകും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിമിനൽ കേസസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്റെ കേസിൽ ഒന്നുമില്ല, അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് നോ നോ എന്ന് കൊടുത്തു പോകാം. എല്ലാ ഓപ്ഷനുകളും കറക്റ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മളെ ഫ്രണ്ടിൽ പാസ്പോർട്ടിന്റെ പ്രിവ്യൂ കാണിക്കുന്നുണ്ടാകും. നമ്മളെ പാസ്പോർട്ടിന്റെ അകത്ത് ഇതേപോലെ ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടാകും. ഇവിടെ ജസ്റ്റ് നിങ്ങൾ വൺസ് ചെക്ക് ചെയ്യുക, എല്ലാം കറക്റ്റ് ആണോ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചേഞ്ച്
ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുത്ത പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. അതോ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടുണ്ടോ അതോ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പ്രീവിയസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കേസിൽ എല്ലാം കറക്റ്റ് ആണ്, ഞാൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ആണ്. സോ ഇവിടെ ഐ അഗ്രി ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക, അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഡോക്യുമെന്റ് സെലക്ഷൻ. നമ്മളെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റുകൾ കൊടുക്കണമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡോക്യുമെന്റ് കൊടുക്കേണ്ട പ്രൂഫ് ഓഫ് ബർത്തിന്റെ അത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഡോക്യുമെന്റ് ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് ആയാലും, അല്ലെങ്കിൽ നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും, അല്ലെങ്കിൽ നിങ്ങളെ വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ കുറേ ഡോക്യുമെന്റുകളിലൂടെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളതിൽ ഏതാണ് ഡോക്യുമെന്റ് ഉള്ളത് അത് സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നിങ്ങളെ പ്രസന്റ് അഡ്രസ്സിന്റെ പ്രൂഫ് ഇവിടെ കൊടുക്കണം. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഓപ്ഷനുകൾ കാണാൻ പറ്റും. അഥവാ നിങ്ങളതിൽ ആധാർ കാർഡ് ഉണ്ടോ, അതോ നിങ്ങളതിൽ ഇലക്ട്രിക് ബില്ലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ പാരന്റ്സിന്റെ പാസ്ബുക്കിന്റെ കോപ്പി ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളിൽ ഏതാണോ ഉള്ളത് അത് സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് നമ്മളെ ECNRന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. ഇതേപോലെ മോസ്റ്റ്ലി എല്ലാവർക്കും വരുന്നുണ്ടാവില്ല. അങ്ങനെ വരെയാണെങ്കിൽ യെസ് ഓർ നോ മാത്രം തന്നെ കിടക്കുന്നുണ്ടാകും. ഇത് വന്നിട്ട് നിങ്ങളെ എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ വരും. നിങ്ങൾ 10ാം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോൺ ECR കാറ്റഗറി കിട്ടും. അഥവാ നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ താഴെയാണെങ്കിൽ നോൺ ECR കാറ്റഗറിയിൽ വരില്ല. അതേപോലെ നമ്മൾ സെലക്ട് ലിസ്റ്റിൽ കാണുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ 10ന്റെ മുകളിലുള്ള മാർക്ക് ഷീറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഏതാണ് ഓപ്ഷൻ സെലക്ഷൻ ചെയ്ത് കൊടുക്കണോ അത് സെലക്ഷൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഒരു ചിലവരെ കേസിൽ ഈ ഓപ്ഷൻ വന്നിട്ട് ഷോ ആകുന്നില്ലായിരിക്കാം. അങ്ങനത്തെ കേസിൽ ഇതേപോലെ കൊടുക്കണമെന്നില്ല. എന്നാലും നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് പ്രോസസ്സിംഗ് ആയിരിക്കും. നെക്സ്റ്റ് ഐ അഗ്രി ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണോ ഫോം ഫില്ല് ചെയ്യണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്ലേസിന്റെ സ്ഥലത്തിൽ. നെക്സ്റ്റ് നിങ്ങളുടെ ഡേറ്റ് വന്നിട്ട് ഓൾറെഡി മെൻഷൻഡ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യണ മുമ്പ് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കേസിൽ നമുക്ക് എറർ വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സേവ് എന്ന് കൊടുത്തതിന് ശേഷം തന്നെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് ഇവിടെ പ്രിവ്യൂ ചെക്ക് ചെയ്യാം. നമ്മളെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തതെല്ലാം കറക്റ്റ് ആണോ ജസ്റ്റ് വൺസ് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മളെല്ലാം ചെക്ക് ചെയ്യാം. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഫീസ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ടിൽ ആപ്ലിക്കേഷന്റെ റെഫറൻസ് നമ്പർ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ARN നമ്പർ വന്നിട്ടുണ്ട്. ഈ ഒരു ARN നമ്പർ വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിവിടെ ഫീസ് പേയ്മെന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ടിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രന്റെ ഫുൾ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ ഏതൊക്കെ ഡേറ്റുകൾ അവൈലബിൾ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാകും. നെക്സ്റ്റ് നിങ്ങൾ ഏതാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകണോ അതിൽ നിങ്ങൾ സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ PSK എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സേവാ കേന്ദ്ര. നെക്സ്റ്റ് PRO എന്ന് വെച്ചാൽ പാസ്പോർട്ട് റീജിയണൽ ഓഫീസ്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ PSK ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്. ഈ ഡേറ്റിലാണ് നിങ്ങളെ പാസ്പോർട്ട് കേന്ദ്ര ഓഫീസിൽ പോകേണ്ടത്. അഥവാ നിങ്ങൾക്ക് ഈ ഡേറ്റിൽ പോകാൻ പറ്റൂല, വേറെ ഡേറ്റിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സൈഡിൽ കാണുന്ന കാലണ്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങളെ ഡേറ്റ് ഒന്ന് സെലക്ഷൻ ചെയ്തതിനു ശേഷം ഇതിനുശേഷം നമുക്കിവിടെ ബുക്ക് അപ്പോയിന്റ്മെന്റിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമുക്ക് പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പേ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ലോഡ് ആയതിനു ശേഷം നമ്മളെ പേയ്മെന്റ് ഡീറ്റെയിൽ ഓപ്പൺ ആകും. ഇവിടെ കാണുമ്പോൾ SBI പേയ്മെന്റ് ഗേറ്റ്വേ നമുക്ക് കാണാൻ പറ്റും. ഇതിലൂടെ നമുക്ക് പേയ്മെന്റ് ചെയ്യണം. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ 17 രൂപ എക്സ്ട്രാ ചാർജ് ചോദിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. സോ നമുക്ക് ഇവിടെ UPI പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ UPI സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് UPI ID കൊടുത്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ QR കോഡ് സെലക്ട് ചെയ്തു, അതിനുശേഷം കൺഫേം എന്ന് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ താഴെ നമുക്ക് QR കോഡ് കാണാൻ പറ്റും. ഈ QR കോഡിനെ സ്കാൻ ചെയ്ത് നമ്മൾ ഫോൺ പേയോ ഗൂഗിൾ പേയിലൂടെ സ്കാൻ ചെയ്ത് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു സക്സസിന്റെ ഒരു പേജ് ഓപ്പൺ ആകും. ഇതേപോലെ റിസിപ്റ്റ് ഓപ്പൺ ആകും. ഈ റിസിപ്റ്റിനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുക. പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ പോകുമ്പോൾ ഈ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ 1500ന്റെ ഫീസ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമ്മളെ അപ്പോയിന്റ്മെന്റ് ഡേറ്റും അഡ്രസ്സും ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ഡേറ്റിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്ര ഓഫീസിൽ വിസിറ്റ് ചെയ്യണം. അവിടെ പോകുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് എല്ലാം നിങ്ങൾ ഒറിജിനൽ ആയിട്ട് അവിടെ കൊണ്ടുപോകണം. ഏതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങളെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളെ മാർക്ക് ഷീറ്റ് എല്ലാം ഒറിജിനൽ ആയിട്ട് അവിടെ കൊണ്ടുപോകണം. അതിനുശേഷം നിങ്ങൾ ID പ്രൂഫിന് വേണ്ടിയിട്ട് ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഏതൊക്കെ ID പ്രൂഫുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ നിങ്ങൾ ഒറിജിനൽ ആയിട്ട് കൊണ്ടുപോകുക. അവിടെ ഏതാണ് ചോദിക്കുന്നത് അത് കൊടുക്കാം. അവർ സംടൈംസ് നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കും, സംടൈംസ് വോട്ടർ ID കാർഡ് ചോദിക്കും. അതുകൊണ്ട് ബെറ്റർ ആണ് നിങ്ങൾ എല്ലാ ഡോക്യുമെന്റുകളെല്ലാം ക്യാരി ചെയ്യുക. ഏതാണ് ചോദിക്കുന്നത് അതെല്ലാം കൊടുക്കാം.
എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെന്റ് എല്ലാം അവിടെ സ്കാൻ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യും. അതിനുശേഷം നിങ്ങളെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് അവിടെ ചെയ്യും. അതിന്റെ കൂടെ നിങ്ങളെ ലൈവ് ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മളെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ കൊടുക്കേണ്ട ഓപ്ഷൻ ഒന്നും കാണിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ ഓഫീസിൽ പോയിട്ടാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. ലൈവായിട്ട് അവർ ക്ലിക്ക് ചെയ്യും DSLR-ലൂടെ. അതേപോലെ നിങ്ങൾ പാസ്പോർട്ട് സേവാ കേന്ദ്ര ഓഫീസിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് 3 സെക്ഷൻ കാണാൻ പറ്റും, ABC. ഈ 3 വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം പാസ്പോർട്ട് ഓഫീസേഴ്സിന്റെ വെരിഫിക്കേഷൻ നടക്കും. അതിൽ നിങ്ങളെ പാസ്പോർട്ടിൽ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ പ്രോസസ്സിംഗ് കറക്റ്റ് ആയിട്ട് ഫിനിഷ് ആയി നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് കറക്റ്റ് ആയിട്ട് അപ്രൂവ് ആകും. ഇതേപോലെ നിങ്ങളെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒരു ദിവസത്തിൽ ഫിനിഷ് ആകും. നെക്സ്റ്റ് നിങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നടക്കും. നിങ്ങൾ ഇവിടെ കൊടുത്ത പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് വെരിഫിക്കേഷൻ നടക്കും. ഇതേപോലെ എല്ലാ വെരിഫിക്കേഷൻ ഫിനിഷ് ആയതിനു ശേഷം നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് നിങ്ങളെ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.